അയ്യോ അമ്മേ, എന്നെ ഒന്നും ചെയ്യല്ലേ. അമ്മേ, പ്രേതം പ്രേതം ഓടി വായോ. എന്താണ് ടുട്ടു, നീ എന്താ ഈ കിടന്ന് നിലവിളിക്കുന്നേ? അയ്യോ പ്രേതം. നിനക്കപ്പോ എന്നെ കണ്ടിട്ട് പ്രേതമായിട്ടാണോ തോന്നുന്നേ? ഈ പ്രേതം തന്നെയാ, അമ്മയെ പോലെ രൂപം മാറി എന്റെ അടുത്ത് വന്നതല്ലേ. ടുട്ടു, വെറുതെ എന്നെ മെനക്കെടുത്താൻ നിൽക്കണ്ട. എനിക്ക് 100 കൂട്ടം ജോലിയുള്ളതാ. എല്ലാരും ചോര പിടിക്കലല്ലേ നിന്റെ ജോലി. അയ്യോ എന്നെ തല്ലിയേ. അപ്പൊ ശരിക്കും അമ്മയായിരുന്നോ? അല്ല, നിന്റെ രണ്ടാനമ്മയാ. എന്തേ നേരം വിളിക്കാൻ നിൽക്കുക കിടന്ന് കാറാൻ? അതിനെങ്ങനെ മൊബൈലും തോണ്ടിയല്ലേ രാത്രി കിടക്കുന്നേ? പിന്നെ എങ്ങനെ സ്വപ്നം കാണാതിരിക്കാനാ? വേണേ വന്ന് ചായ കുടിച്ചോ. അപ്പൊ ഞാൻ സ്വപ്നം കണ്ടതാണോ ഇന്നലെ? അല്ലല്ലോ, ഞാൻ കണ്ടതാണല്ലോ ആ ഭൂതത്തെ. എനിക്ക് തോന്നിയതാവോ? ഞാൻ ഇവിടെ ചേച്ചിയുടെ റൂമിലാണല്ലോ കിടന്നേ. പിന്നെ ഇങ്ങനെ ഇവിടെ എത്തി? ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ചിഞ്ചു എന്റെ കൂടെ കിടന്നതാണല്ലോ. എന്നിട്ട് അവളെവിടെ? ചിഞ്ചു ചിഞ്ചു, എന്താടാ ടുട്ടു, ഇങ്ങോട്ട് പോരെ. നിനക്കെന്താ ഇവിടെ പണി? അത് ശരി, ഞാൻ ചായ കുടിക്കാൻ വന്നതാ. നീ ഇന്നലെ എന്റെ കൂടെ അല്ലേ കിടന്നിരുന്നേ? അതെ. നമ്മൾ രണ്ടാളും മിന്നി ചേച്ചിയുടെ അടുത്തല്ലേ കിടന്നേ? മിന്നി ചേച്ചിയുടെ അടുത്തോ? നമ്മൾ അമ്മയുടെ അടുത്തല്ലേടാ പൊട്ട കിടന്നേ? അല്ല, നമ്മൾ ചേച്ചിയുടെ അടുത്ത് തന്നെ കിടന്നേ. അല്ല അല്ല അല്ല, നീ എന്തൊക്കെയാ പിച്ചുമയും പറയുന്നേ? അപ്പൊ പിന്നെ ഞാൻ ഇന്നലെ കണ്ടതെന്താ? ഇനി എനിക്ക് തോന്നിയതാവോ? എനിക്ക് തോന്നിയതൊന്നല്ലല്ലോ. ഒരു കറുത്ത രൂപം എന്റെ മുന്നിലേക്ക് വന്നല്ലോ. നീ എന്താ ഇത്ര ആലോചിക്കുന്നേ? എന്താ പറ. ചിഞ്ചു, നമ്മൾ ഇന്നലെ റോസിയാന്റിയെ കുറിച്ച് അച്ഛമ്മയോട് ചോദിച്ചില്ലേ? ഇനി അതും എനിക്ക് തോന്നിയതാണോ? ചോദിച്ചു. അത് കഴിഞ്ഞല്ലേ നമ്മൾ രണ്ടുപേരും മിന്നി ചേച്ചിയുടെ റൂമിൽ പോയി കിടന്നേ? ദേ, എന്റെ അടുത്ത് വേഗം പൊക്കോ. എന്നോട് കുറെ നേരമായി ഞാൻ പറയുന്നു. ചിഞ്ചു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? നമുക്കേ ആ മാന്ത്രിക കോട്ടയിലേക്കൊന്ന് പോയാലോ? എന്തിനാണാവോ? മുത്തശ്ശി പറഞ്ഞതൊക്കെ ഉള്ളതാണോന്നൊന്ന് അറിയാലോ. എന്റെ പൊന്നു ടുട്ടു, എന്നെ വെറുതെ വിട്ടേര്. നീ പോയി നോക്കിക്കോ. എന്താ ചിഞ്ചു, നീ ഇപ്പൊ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നേ? അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളതാണോ? വെറുതെ നുണ പറയല്ലേ അച്ഛമ്മ. നുണ പറയായിരിക്കും, എന്നാലും ഒരു പേടി. എന്ത് പേടി? നീ വലിയ ധൈര്യശാലിയാണെന്നല്ലേ പറയാറ്. എന്നാലുമില്ല, നമുക്കൊന്ന് പോയി നോക്കിയാലോ? നമ്മൾ രണ്ടാളും ഒറ്റക്കോ? നമുക്ക് അബുവിനെയും വിഷ്ണുചേട്ടനെയും കൂടി കൂട്ടിയാലോ? അത് നല്ല ഐഡിയ. അബുവിനെ കണ്ടാൽ തന്നെ ഭൂതം പൊക്കോളൂ. നീ ഇവിടെ ഇതും തിന്നോണ്ടിരുന്നോ? ഞാൻ പോട്ടെ. നിക്കടാ, ഇതും കൂടി കഴിച്ചാട്ടെ. ഇവന്മാരത് എവിടെ പോയി? ഞാൻ ഇവിടെ നിക്കാന്ന് പറഞ്ഞതാണല്ലോ. ചിഞ്ചു, വൈകുന്നേരത്തിനുള്ളിൽ ഇങ്ങോട്ട് എത്തണം കേട്ടോ. അല്ലേലും അറിയാലോ, അമ്മയുടെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടും. ഇവന്മാരെ കൊണ്ട് തോറ്റു. ഒരു കാര്യം പറഞ്ഞ രണ്ടാളെ എത്തിയോ? കുറെ കാലമായില്ല നിങ്ങൾ രണ്ടാളും കണ്ടിട്ട്. എത്ര ഭർത്താനൊക്കെ സുഖല്ലേ? പിന്നെ ഭയങ്കര സുഖ. ഞാൻ എത്ര നേരമായി നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നു. നിങ്ങൾ രണ്ടുപേരും എവിടെയായിരുന്നു? എല്ലാത്തിനും കാരണം ഇവനാ. എത്ര നേരമായി അറിയോ ഞാൻ ഇവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു വീട്ടില്. അത് പിന്നെ നേരം വൈകി വരുന്നതിനുള്ള ക്രെഡിറ്റ് ആർക്കും കൊടുക്കൂല. അത് ചൊറ്റക്കുള്ളതാ. അയ്യോ മോനത് ആർക്കും കൊടുക്കണ്ട, നീ തന്നെ എടുത്തോ. അല്ല, നമ്മൾ എന്നിട്ട് എവിടെ പോകേണ്ടത്? വീഗാലാൻഡിലേക്ക്. അതിനാണല്ലോ വിളിച്ചു വരുത്തിയേ. വീഗാലാൻഡിക്കേനു. എന്നിട്ട് എന്റെ വിഷ്ണു നേരത്തെ പറയാനു? വെള്ളത്തിൽ ചാടാൻ ഞാൻ എന്റെ തുണിയാളൊന്നും എടുത്തിട്ടില്ലേനു. ഞാൻ പോയി എടുത്തിട്ടാണ് വരാം. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു പൊട്ടൻ. അതെ ചിഞ്ചു, ഈ പൊട്ടനെ കൊണ്ട് പോണോ? എന്ത് ചെയ്യാനാ, വിളിച്ചു പോയില്ലേ? എടാ പൊട്ടൻ അബു, നമ്മളെ വീഗാലാൻഡിലോട്ടല്ല പോകുന്നേ. പിന്നെ എങ്ങോട്ടാ? വണ്ടറിലേക്കോ? ഇവനെ ഇന്ന് നമ്മളെ ആ മാന്ത്രിക കോട്ടയിലേക്കാ പോകുന്നേ. ഞാനൊന്നുമില്ല, ഞങ്ങളെല്ലാരും കൂടി പൊയ്ക്കോളുമാണെങ്കിൽ. എന്റെ മേത്ത് അതിന് വേണ്ടി ചോരൊന്നുമില്ല പ്രേതത്തിന് കൊടുക്കാനേ. ചോനെ, ഞാൻ പോവാണ്. നിക്കടവിടെ, അമിനിയുണ്ട്. ഓളുണ്ടാ? എന്നാ പിന്നെ ഞാനും പോരാ. ഓക്കെ, ഞാൻ ഇല്ലാഞ്ഞാലേ പേടി കയറും. പറഞ്ഞ നാവത്തില്ലല്ലോ. ആമീത വന്നു. ഇവനുണ്ടായിരുന്നോ? ആമി, ഞാനുണ്ട്. എന്റെ പൊന്നാര ചിഞ്ചോ, ഈ പേടിത്തോണ്ടൻ എന്തിനാ വൈത്തല കൂട്ടിയത്? അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ വിളിച്ചു പോയി. എല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാതെ എന്റെ വൈത്തല പോരി. അബൂക്കങ്ങളൊപ്പല്ലേ, പിന്നെ ഞങ്ങൾ ബേജാറാവണ്ടേ? ഭൂതത്തിനെ നമ്മൾ പിടിച്ചും മുടമണ്ടേ കയറി നമ്മളങ്ങനെ പറക്കും. എന്റെ ദൈവമേ, എല്ലാരും കൂടി പറക്കാതിരുന്നാ മതി. ചിഞ്ചു, ഈ കാട്ടിലൂടെ തന്നെയാണോ പോവാനുള്ളത്? നിനക്ക് വഴി മാറിയിട്ടൊന്നുമില്ലല്ലോ. വഴിയൊക്കെ ഇത് തന്നെയാ മുത്തശ്ശി പറഞ്ഞേ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു ശ്മശാനം ഉണ്ടെന്നും പറഞ്ഞു. എന്റെ ദൈവമേ, ഞാനാണ് എന്റെ അമ്മയോട് പറഞ്ഞിട്ടുമില്ല. എന്ത് ചാകാൻ പോണതിന് അമ്മയോട് പറയണ്ടേ? എടാ തെണ്ടി, ഞാൻ എന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നത്തെ കുഴപ്പം? ഇതിന് വന്നോളം എന്റെ പേരിൽ ആർക്കാ നിർബന്ധമുള്ളത്? ശല്യം പോയി കിട്ടി വിചാരിച്ചാണ്ട് ഓലൊക്കെ ചിരിച്ചുണ്ടാവും. ഈ ആമിനാന്റെ തമാശ മാതിരി തമാശ മഞ്ചി മേലേക്ക് പറയത്തിട്ടാ. അവന്റെ മൂന്നടിച്ച് പൊട്ടിച്ച് ഞാൻ. വിഷ്ണു, എന്താടാ? പണ്ടേ ഈ കാട്ടിലെ ഒരു സായിപ്പിന്റെ പ്രേതം ഉണ്ട്. എന്നിട്ട് സായിപ്പിനെ കണ്ടാലേ അന്റെ അതേപോലെ ഓടാ തെണ്ടി, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. പെണ്ണുങ്ങളുണ്ട് ഒരു മദാമ, അതാണല്ലോ കൊന്നത്. എന്നിട്ട് ഇപ്പൊ ഈ കാട്ടിൽ കൂടെ ഏത് പേനും കുപ്പായിട്ട് ആൾക്കാർ പോയാലും ആ മദാമോലെ പിടിച്ചോണ്ട് പോകല്ലോ. അപ്പൊ നിന്നെ പിടിച്ചോണ്ടൂലേ? അതുകൊണ്ടല്ലേ ഞാൻ പേനിടാതെ വന്നത്. പൊട്ടാ, അന്റെ കാര്യമല്ലെങ്കിലും കട്ട പോകുകയും. ഭാഗ്യം, ഞാനും പേന്റ് ഇട്ടിട്ടില്ല. ചിഞ്ചു, ഞാൻ തിരിച്ചു പോട്ടെ. എന്റെ പൊന്നു വിഷ്ണു, നീ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോ. അവൻ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് വെറുതെ പറയുന്നതാ. അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. സത്യാണോ? ഇജല്ലാതെ ഓൻ പറയണതൊക്കെ കേൾക്കോ വിഷ്ണു? തൊള്ള തുറന്നാ നോണേ പറയുള്ളൂ, നിനക്കറിയില്ലേ? ശരിയാ, അവൻ തിന്നാനും നോണ പറയാനല്ലേ വായ തുറക്കുന്നേ. കയ്യാലേ ഇതൊന്ന് കരുതിയിരുന്നട്ടാ. എനിക്കുള്ളത് ഞാൻ തരാടാ. ചിഞ്ചു, ഇതല്ലേ പറഞ്ഞ പള്ളിക്കാട്? പള്ളിക്കാടോ? പള്ളിക്കാടല്ല, ശ്മശാനം. ഒരു പൊട്ടത്തെ രണ്ടും ഒന്ന് തന്നെയാണ്. അത് ശരി, എനിക്കറിയില്ലായിരുന്നു. നിങ്ങളെല്ലാരും ഇങ്ങനെ പേടിച്ച് നിൽക്കണത്. ഇന്നത്തെ ഈ ശ്മശാനൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പൊട്ടിച്ചിരിച്ചാ. ജോ, ഇത് വേണോ? നടന്നുകൂടി കുട്ടികളെ, ഞാൻ ഞങ്ങളൊപ്പം പിന്നെ എത്തി നിങ്ങൾ ഇങ്ങനെ പേടിച്ചിട്ടുണ്ട്. പിന്നെ അതിലൊന്നും ചോട്ടാൻ നിൽക്കണ്ടാ. മര്യാദക്ക് ഇതിങ്ങനെ പോരി. തൊട്ട് കിട്ടിയാലേ വല്ല പ്രേതങ്ങളും നീച്ച് വന്നോക്കിയാലോ. ഈ അബുവിന് ഇത്ര ധൈര്യം ഉണ്ടായിരുന്നോ? ശരി തന്നെയാണ്, കണ്ട ഒരു പൊട്ടനാന്നേ തോന്നുള്ളൂ. ബുദ്ധിയില്ലാത്തവർക്ക് എന്തോന്ന് പേടിക്കാനാ.
ഇവിടൊക്കെ എന്തൊരു ഇരുട്ടാ. നമുക്ക് ഇവിടുന്ന് പോയാലോ? പള്ളിക്കാട്ടിൽ പിന്നെ ഇരുട്ടല്ലാതെ പിന്നെ വെളിച്ചുണ്ടാവോ? ആമിന എന്റെ ഒരു കഥ അല്ലെങ്കിൽ എനിക്ക് ഈ കൂട്ടത്തിൽ കുറച്ചെങ്കിലും അന്തണ്ടെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് അത്രയും അന്തല്ലേ എത്താബോ? ഈ എന്താണ് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? ഇത് കാര്യം പറ. അതെന്താ? ചിഞ്ചു അവന് സംസാരിക്കാൻ പറ്റുന്നില്ല. അതൊന്നുമല്ല, അവനെ അക്ഷരമാല പഠിക്കുക. നീ എന്താണ് അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്നേ? എന്താ അവിടെ? അയ്യോ അമ്മേ, ഓടിക്കോ അമ്മേ. മണ്ടി വരി. എന്താ മക്കളെ ഈ നേരത്ത് ഇവിടെ? ആരാ? എന്താ മോനെ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല, നിങ്ങൾ പ്രേതല്ലേ? അല്ല കഥ, ഞാൻ പ്രേതോ? ഞാൻ ജോസഫേട്ടനാ. നിനക്കെന്ത് കണ്ണ് കാണുന്നില്ലേ? നിങ്ങൾ ജോസഫേട്ടനെ പോലെ വന്ന പ്രേതല്ലേ? നീ എന്തൊക്കെയാ മോനെ പറയുന്നേ? ഇവന്റെ ഒരു കാര്യം നീ എന്തോ കണ്ട് പേടിച്ചു എന്നാ തോന്നുന്നേ. എന്റെ അടുത്തേക്ക് വരുന്നട്ടാ. കജ്ജിലേ കുരിശുണ്ട്. നിന്റെ കയ്യിലൊന്നുമില്ലല്ലോ. എന്റെ അടുത്തേക്ക് വരണ്ടട്ടാ, ഞാൻ മൂത്രയിച്ചു. അയ്യോ, ഇത് പ്രേതം തന്നെയാണെന്ന് തോന്നുന്നേ. ഇല്ല, നിങ്ങൾ എല്ലാരും കൂടി എങ്ങോട്ടാ? അതറിഞ്ഞിട്ടെത്തിനാ നിനക്ക് ഞങ്ങളെ വൈത്തല വരാനാ? നിങ്ങളെത്തിനാ ഈ നേരത്തെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്? എന്തു പറയാനാ മോനെ, എന്റെ അമ്മച്ചി ഇന്നലെ മരിച്ചു. ഞാനേ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ നിങ്ങളാണോ അവിടെ വെളിച്ചം കത്തിച്ചു നിന്നേ? ആ ഞാൻ തന്നെ. എന്തേ, നിങ്ങൾ കണ്ടോ? ഇത് നിങ്ങളല്ലല്ലോ, എന്തൊരു വെളുത്ത രൂപാണല്ലോ ഞങ്ങൾ കണ്ടേ. ഓ, അത് പിന്നെ മഴയല്ലേ, ഞാൻ എന്റെ റെയിൻകോട്ട് ഇട്ടതായിരുന്നു. ഇത് ശരി, നിങ്ങൾ മനുഷ്യന്മാരെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഈ വെള്ള കളറുള്ള റെയിൻകോട്ട് കെട്ടി വരല്? അതിന് മോനെ എന്റെ കയ്യിൽ ആകെ അതേ ഉള്ളൂ. നിങ്ങൾ ഇനി മേലാലേക്ക് ആ വെള്ള റെയിൻകോട്ട് ഇട്ട് കാണും ഇങ്ങോട്ട് വരരുത്. എന്റെ ഒരു അപേക്ഷയാണ്. ശരി മോനെ. അല്ല, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? അത് പറഞ്ഞില്ലല്ലോ. മാതൃകക്കോട്ടേക്ക്. ചെങ്ങായി ഇത് കൊളാക്കും. മാതൃകക്കോട്ടേക്കോ? എന്തിന്? മാതൃകക്കോട്ടെ ഓനതല്ലല്ലോ പറഞ്ഞത്. നിങ്ങളെ ചെവിക്ക് എന്തെങ്കിലും കേടുണ്ടാ? എന്റെ ചെവിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. നിങ്ങളെ ആമിനാന്റെ വല്യമാക്കെ പിരാന്തിനുള്ള മരുന്ന് വാങ്ങാൻ പോകണം. നിനക്ക് ഞാൻ തരട്ടാ. ആർക്ക്? ഹദീസ് ഒന്നാക്കോ? ആ ഓൽക്കന്നെ. ഇതിന് അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. എന്തു പറ്റി? അതെ, ഇന്നലെ തലയിൽ കൂടെ ഒരു ചക്ക പോണതാ. അപ്പൊ തൊട്ട് ബോധലേനി. പിന്നെ നീച്ചപ്പോ ഓരോ പിച്ച് മെയിൻ വിളിച്ചു പറയാം. അയ്യോ, വലിയ കഷ്ടമായി പോയല്ലോ. എന്നിട്ട് ഇപ്പൊ ഒരു കുറവില്ലേ? കുറവില്ല. ബൈക്കിൽ കൂടെ പോണോലും വരുന്നോലും ഒക്കെ ചീത്തറിഞ്ഞാട്ടുക. ആണോ? എന്നാ ഞാനും എന്റെ ഭാര്യയും കൂടെ ഒന്ന് പോയി നോക്കട്ടെ. അല്ല, നിങ്ങളിപ്പോ അങ്ങോട്ട് പോവാത്ത ആൾക്കാരും നല്ലത്. അതെന്താ മോനെ? അത് പിന്നെ കദീസും അടുത്ത് പറയുന്നത് കേട്ടിയോ? ആ ജോസഫിനെ കണ്ടാൽ അവന്റെ തലക്ക് മടലുമ്പത്തിട്ട് അടിച്ചണമെന്നേ. എന്റെ കർത്താവേ, ഓ അപ്പൊ മുഴു വട്ടാണല്ലേ. ഓ, നിങ്ങളെ ഇവിടെ നിന്ന് കണ്ടത് നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ തല പോയേനെ. എന്നാ നിങ്ങൾ വേഗം വിട്ടോ. ശരി ചേട്ടാ. ഓ, തലനാരിഴക്കല്ലേ രക്ഷപ്പെട്ടത്. ഈ പിള്ളേരെ കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു? ഇനി ആ വഴിക്കേ പോണ്ട. ഞാൻ പോരുന്നില്ല. എന്താ ആമി, കാര്യം പറ. അബു ഇനി നമ്മളെ കൂടെ പോരുന്നുണ്ടെങ്കിൽ ഞാനില്ല. എന്റെ പൊന്നു ആമി, അവനുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇത്രയും എത്തിയേ. ഓനില്ലാതെ പോവുകയൊക്കെ ചെയ്യാം. ഇവിടെ ഒരു പ്രേതം കൂതൊന്നുമില്ല. ഓ, എന്തൊക്കെയാ ജോസഫേട്ടനോട് പറഞ്ഞത്? അത് പിന്നെ ഞാൻ ഇല്ലതന്നല്ലേ പറഞ്ഞത്. അന്റെ വല്യമാക്ക് പിരാന്തന്നല്ലേ. നോക്കബു, ഇതെങ്ങാനും വല്യമ്മ അറിഞ്ഞണ്ടല്ലോ. അതീസും പറഞ്ഞാലെത്താ, ഞാൻ ഇല്ലതന്നല്ലേ പറഞ്ഞത്. ആമി, നീ പോരുന്നുണ്ടേ വേഗം പോര്. വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിലെത്താനുള്ളതാ. ഇല്ല, ഞാൻ തിരിച്ചു പോവാ. എന്നാ അങ്ങോട്ട് നടക്ക്. എന്റെ കൂടെ പോരുന്നോളൊക്കെ പോരി, അല്ലാത്തോലൊക്കെ ഇവിടെ നിന്നോളി. ഞാൻ പോവാ അബുവിന്റെ കൂടെ. ഞാനും പോട്ടെ. എന്നാ പിന്നെ ഞാനങ്ങട്ട് ജൊട്ടിക്ക് പോകുമ്പോഴേ ആ സായിപ്പിന്റെ പ്രേതം എവിടെയെങ്കിലും ഉണ്ടാ നോക്കിക്കാണ്ടി. ഇജ് ഏതായാലും പാൻറ്റല്ലേ ഇട്ടിരുന്നത്, അപ്പൊ പിന്നെ അന്ന മതിയാവും. ചിലക്കാരെ പോരുന്നെങ്കിൽ എന്റെ വൈത്തലെടുത്ത് പോരെ. അല്ല ചിഞ്ചോ, നമുക്ക് ഇനി ഇവിടെ അടുത്തത് പോവാനേ. ആ മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് ഇനി ഭൂതത്താൻ കുന്നിലോട്ടാ. ഭൂതത്താൻ കുന്നില്ലേ? ആ, അവിടുത്തെ ഭൂതം ഭയങ്കരനാന്നാ മുത്തശ്ശി പറഞ്ഞേ. ഇത് ഭയങ്കരനി, നമുക്കിതൊക്കെ പുഷുവാണ് പുഷു. അതൊരു ധൈര്യശാലി തന്നെ. ആ, ഇന്നെക്കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. എല്ലാരും റെഡി കോളി. ഇനി അടുത്തത് ഭൂതത്താൻ കുന്നിക്കാണേ. ആമിനെ ബാക്കിലുണ്ടല്ലോ അല്ലേ? എന്താ വണ്ടി ചാട.